പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നരകത്തെ 1000 വർഷം രാവും പകലും നിരന്തരമായി അല്ലാഹു കത്തിക്കുകയാണ്. നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു പോയി സഹാബ, ചുവന്നു തുടുത്തു സഹാബ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. 1000 കൊല്ലം രാവും പകലും നിരന്തരമായി കത്തിച്ച് ചുവന്ന് തുടുത്ത നരകത്തിന്റെ കത്തിക്കൽ അല്ലാഹു നിർത്തുന്നില്ല. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു കത്തിക്കുകയാണ്. നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തു പോയത്രേ. നിർത്തുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ വല്ലാത്ത രംഗമാണ് സഹാബ, വല്ലാത്ത ഭീതിതമാണ് സഹാബ. 1000 വർഷം നിരന്തരമായി കത്തിച്ച് ചുവന്നു തൊടുത്ത നരകം, വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ച് വെളുത്തു പോയ നരകം. ആ നരകത്തെ അല്ലാഹു കത്തിക്കൽ നിർത്തുന്നില്ല. രാവും പകലും നിരന്തരമായി കത്തിക്കുകയാണ്. വീണ്ടും 1000 കൊല്ലം കൂടി കത്തിക്കാൻ പറയുകയാണ്. 3000 വർഷം നിരന്തരമായി രാവും പകലും അല്ലാഹു കത്തിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അത് കറുത്തുപോയി സഹാബ, കറുത്തുപോയി സഹാബ. വഹിയ സൗദാഉൻ മുളിമാ, വല്ലാതെ കറുകറുത്തതായ ഇരുൾമുറ്റിയതായ നരകമായി മാറിയിരിക്കുകയാണ്. ആര് കണ്ടാലും പേടിക്കുന്ന കോലമാണ്, ആര് കണ്ടാലും ഭയക്കുന്ന കോലമാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആ നരകത്തെ തൊട്ട് നീ കാവൽ തേടണേ. ജുമുഅ ദിവസം പള്ളിയിലേക്ക് പോകുന്ന സഹോദരാ, ആ പള്ളിയുടെ മിമ്പറിൽ നിന്ന് കേൾക്കുന്നില്ലയോ 3 പ്രാവശ്യം ഖതീബ് ഉസ്താദ് ആവർത്തിച്ച് ചോദിക്കുന്നത് ഒരേ ഒരു കാവൽ തേട്ടം മാത്രമാണ്, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ. അല്ലാഹുവേ പടച്ച റബ്ബേ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. കാരണം നരകം ഒരു ചെറിയ വിഷയമല്ല, നരകം ഒരു ഭീതിതമായ ലോകമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മാ റഅയ്തു മൻളറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫളഅ മിൻഹു. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം, ഏറ്റവും ഭയാനകമായ രംഗം അത് ഖബറാണ്, ഖബറാണ്, ഖബറാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ രംഗം ഖബറാണ്. ആരാണ് പറയുന്നത് സഹോദര? ഇസ്രാ മിഅ്റാജ് രാവിൽ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇതാ സ്വർഗ്ഗ നരകങ്ങൾ കണ്ട പ്രവാചകരല്ലയോ? ആ നരകത്തിന്റെ യാതനകൾ കൺമുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവവികാസങ്ങൾ ജിബ്രീൽ എന്ന മലക്ക് മുഖേന വ്യക്തമായി നേർക്കാഴ്ചയായി പ്രവാചകന് നൽകുകയാണ്. റസൂലുള്ളാഹി എന്നിട്ടും പറയുകയാണ്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ്, ഖബറാണ് സഹാബ. അതുകൊണ്ടല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരയുകയാണ്, ഖബർ എന്ന് കേൾക്കുമ്പോൾ വിലപിക്കുകയാണ്. നമുക്കിന്ന് കരച്ചിലുണ്ടോ? മാതാപിതാക്കൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ പോലും സെൽഫി എടുക്കുന്ന യുഗത്തിലേക്ക് സമൂഹം മാറിപ്പോയില്ലയോ? അവരുടെ ഫോട്ടോ എടുത്തുകൊണ്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും പ്രചരിപ്പിക്കുന്നതിനപ്പുറം ഖബറടക്കിക്കൊണ്ടിരിക്കുന്ന സീനുകൾ പോലും യൂട്യൂബിൽ ലൈവ് ചെയ്യുന്ന തരത്തിലേക്ക് ഇന്നത്തെ മുസ്ലിം സഹോദരങ്ങൾ മാറിപ്പോയില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖബർ ഭയങ്കരമാണ്, ഭീകരമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
റളിയല്ലാഹു അൻഹു അത് കേട്ടുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. വയുബ്കീക യാ ഉസ്മാൻ, ഉസ്മാനേ എന്താണ് ഇത്രത്തോളം കരയാൻ മാത്രം? ഖബറെന്ന് കേൾക്കുമ്പോൾ വിലപിക്കുന്നത് എന്താണ്? ഖബർ കാണുമ്പോൾ ഇത്രത്തോളം പൊട്ടിക്കരയുന്നത് എന്താണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൗ കുന്തു ഫിൽ മഹ്ശരി കുന്തു മഅന്നാസ്. എന്നെ കൊണ്ടുപോയി വിചാരണയ്ക്ക് വേണ്ടി കത്തിച്ചിരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാൾ നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണയ്ക്ക് വേണ്ടി നിർത്തിയാലും കുന്തു മഅന്നാസ്, അവിടെ ഞാൻ ജനങ്ങളോടൊപ്പമാണ്. ഈ ദുനിയാവിൽ നമസ്കരിച്ചവരുണ്ട്, ഈ ദുനിയാവിൽ സക്കാത്ത് കൊടുത്തവരുണ്ട്, ഈ ദുനിയാവിൽ നോമ്പ് നോറ്റവരുണ്ട്, ഈ ദുനിയാവിൽ ഹജ്ജ് ചെയ്തവരുണ്ട്, ഈ ദുനിയാവിൽ ഉംറ നിർവഹിച്ചവരുണ്ട്, ഈ ദുനിയാവിൽ പാവങ്ങളുടെ കണ്ണീരപ്പിയവരുണ്ട്, ഈ ദുനിയാവിൽ നിരാലംബര കവലംബമായവരുണ്ട്, ഈ ദുനിയാവിൽ നാട്ടിലുള്ളതാകുന്ന പാവപ്പെട്ട സഹോദര സഹോദരിമാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് കോടിക്കണക്കിന് സലാത്തിന് നേതൃത്വം കൊടുത്ത അജ്വയുടെ പ്രവർത്തകരുണ്ട്, ഈ ദുനിയാവിൽ പാവങ്ങളുടെ കണ്ണീരപ്പിയ ആളുകളുണ്ട്, നിരാലംബര കവലംബമായ ആളുകളുണ്ട്, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്ത ആളുകളുണ്ട്. ഈ ദുനിയാവിൽ എത്രത്തോളം നന്മകൾ ചെയ്യാൻ പറ്റുമോ ആ നന്മകൾ മുഴുവനും സാംശീകരിച്ചതായ ആളുകളെയെല്ലാം കൊണ്ടുവരുന്ന സ്ഥലമല്ലയോ മഹ്ശറ. അവിടെ നന്മ ചെയ്തവരുമുണ്ട്, അവിടെ തിന്മ ചെയ്തവരുമുണ്ട്. മഹ്ശറയിൽ ഞാൻ ഒറ്റക്കല്ല. കുന്തു മഅന്നാസ്, വിചാരണ ഞാൻ നേരിടേണ്ടി വരിക, എന്റെ കൂടെ ആളുകളുണ്ട്. വൈദാ കുന്തു ഫിന്നാർ, മൂന്നാം ഖലീഫയായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് മക്കളെ വിവാഹം ചെയ്തതായ ദിന്നൂറൈനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് ഖബർ കേൾക്കുമ്പോൾ കരച്ചിൽ വരാനുള്ള കാരണം നരകത്തിലേക്ക് അല്ലാഹു എന്നെ വലിച്ചെറിഞ്ഞാലും കുന്തു മഅന്നാസ്, അവിടെയും എൻ്റെ കൂടെ ആളുകളുണ്ട്. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചവരുണ്ട്, ഈ ദുനിയാവിൽ വിചരിച്ചവരുണ്ട്, ഈ ദുനിയാവിൽ കഞ്ചാവിനടിമപ്പെട്ട ചെറുപ്പക്കാരുണ്ട്, ലഹരിക്കടിമപ്പെട്ട സഹോദരിമാരുണ്ട്, മാതാപിതാക്കൾ മറന്നുകൊണ്ട് കാമകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കറങ്ങി നടക്കുന്ന സഹോദരിമാരുണ്ട്, യുവതികളുണ്ട്, 40-കാരികളാകുന്ന സഹോദരിമാര് സ്വന്തം മക്കളെ മറന്നുകൊണ്ട് അന്യരാക്കപ്പെട്ട ചെറുപ്പക്കാരുമായി ഒളിച്ചോടിപ്പോകുന്നതായ സഹോദരിമാരുണ്ട്. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചൊളിയുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണുമായി ചങ്ങാത്തം പുൽകിക്കൊണ്ട് അവളുമായി ശരീരം ഇഴുകിച്ചേരുന്നതായ ഒരു മടിയില്ലാത്ത ഉളുപ്പില്ലാത്ത നാണമില്ലാത്ത ചെറുപ്പക്കാര് കടന്നു വരുന്ന സ്ഥലമാണ് നരകമെന്ന് പറയുന്നത്, കത്തിച്ചൊലിക്കുന്ന നരകമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നരകത്തിൽ ഒറ്റക്കല്ല. ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞില്ലയോ, ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, ലോകത്തുള്ളതാകുന്ന മനുഷ്യജിന്ന വർഗത്തെ കൊണ്ട് ഞാൻ നരകം നിറയ്ക്കുന്നതാണ്, തീർച്ചയായും നിറയ്ക്കുന്നതാണ് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തിയതാണ്, അല്ലാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ പാവപ്പെട്ട ഉസ്മാനിനെ അല്ലാഹുവിന്റെ അലങ്കരീയമായ വിധി പ്രകാരം കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് എറിയപ്പെട്ടാലും കുന്തു മഅന്നാസ്, അവിടെയും എൻ്റെ കൂടെ ആളുകളുണ്ട്. ഈ ദുനിയാവിൽ തിന്മ ചെയ്തവരുണ്ട്, മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിവിട്ടതായ മക്കളില്ലയോ, മക്കളെ കൊണ്ടുപോയി അമ്മത്തൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞതായ രക്ഷിതാക്കളില്ലയോ, മക്കൾക്ക് ദീൻ കൊടുക്കാത്തതായ മാതാപിതാക്കളില്ലയോ, ദീൻ കൊടുത്തിട്ട് പോലും മക്കളെ മറക്കുന്നതായ മക്കളില്ലയോ, മാതാപിതാക്കളെ മറക്കുന്നവരില്ലയോ, ഒളിച്ചോടി പോകാൻ വെമ്പലോടുകൂടി നിൽക്കുന്ന 18-ന്റെയും 20-ന്റെയും നിറകുടങ്ങളായ യുവതികളില്ലയോ. ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകും. ചുരുക്കത്തിൽ ഞാൻ മഹ്ശറയിൽ ഒറ്റക്കല്ല, നരകത്തിലും ഒറ്റക്കല്ല, എൻ്റെ കൂടെ ആളുകളുണ്ട്. വലാകിൻ ഇദാ കുന്തു ഫിൽ ഖബരി ലം യകുൻ മഈ അഹദ്, ഞാൻ ആറടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഈ ഭൂമുഖത്ത് നിന്നിന്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരാളും എന്നോടൊപ്പമില്ല, ഒരാൾ പോലും തുണയില്ല. എനിക്ക് ദുനിയാവിൽ കള്ള് വാങ്ങിച്ചു തന്നവൻ, ദുനിയാവിൽ എന്നെ വിചാരശാലയിലേക്ക് കൊണ്ടുപോയവൻ ബാംഗ്ലൂരിലുണ്ടടാ, എറണാകുളത്തുണ്ടടാ, തിരുവനന്തപുരത്തുണ്ടടാ, ഡൽഹിയിലുണ്ടടാ എന്ന് പറഞ്ഞ്
റെഡ് സീറ്റുകളെ പരിചയപ്പെടുത്തിയതായ വാക്കളില്ലയോ? ഒരാള് പോലും എനിക്ക് തുണയില്ല. ഖബറിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഖബറിൽ ഞാൻ ഭീതിതനാണ്, ഖബറിൽ എന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ടാണ് ഖബർ കേൾക്കുമ്പോൾ കരയുന്നത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ചിന്തിച്ചിട്ടുണ്ടോ സഹോദരാ? കാലാമ്പൂരിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് സഹോദരിമാരെ, ചിന്തിച്ചിട്ടുണ്ടോ ഖബറിനെ കുറിച്ച്? അടുത്ത സെക്കൻഡിൽ പോകേണ്ടതാണ്. നിന്റെ ഭാര്യ വരൂല, നിന്റെ ഭർത്താവ് വരൂല, നിന്റെ കൂട്ടുകാരനില്ല, നിന്റെ സഹോദരനില്ല, നിന്റെ അയൽവാസികളില്ല, നിന്റെ ബന്ധുമിത്രാദികളില്ല. നീ ചൊല്ലിയതായ സ്വലാത്തല്ലാതെ, നീ നമസ്കരിച്ച നമസ്കാരമല്ലാതെ, നീ ചൊല്ലിത്തീർത്തിയതാകുന്ന ദിക്റുകളല്ലാതെ, നീ പാവങ്ങളുടെ കണ്ണീരപ്പിയതല്ലാതെ, നീ നിരാലംബരക്ക് അവലംബമായതല്ലാതെ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്തതല്ലാതെ, പട്ടിണി പാവങ്ങളുടെ കണ്ണീരപ്പിയതല്ലാതെ, വിധവകൾ കത്താടിയായി വർത്തിച്ചതല്ലാതെ, നിന്റെ ജീവിതത്തിൽ അജ്വാ പ്രവർത്തകരോടൊപ്പം നെഞ്ചൂക്കോട് ചേർന്നുകൊണ്ട് നീ ചൊല്ലിയതാകുന്ന സലാത്തുകളില്ലയോ? 313 വെച്ച് ചൊല്ലിക്കൊണ്ട് നീ ചൊല്ലി ബുക്കിലേക്ക് രേഖപ്പെടുത്തിയതായ നിന്റെ ലക്ഷക്കണക്കിന് സലാത്തില്ലയോ? അതല്ലാതെ ഒന്നും നിനക്ക് ഖബറിൽ തുണയില്ല. ഇന്നലെ വരെ ഭർത്താവിനോടൊപ്പം ചുംബം കൊടുത്തുകൊണ്ട് കടന്നതായ സഹോദരിയല്ലയോ? ഇന്നലെ വരെ ഭാര്യയോടൊപ്പം ഒട്ടിക്കടന്നതായ ചെറുപ്പക്കാരനല്ലയോ? ഇന്നിതാ ഖബറിൽ വന്ന് കിടക്കുകയാണ്. പുഴുക്കളാണ്, മണ്ണാണ്. നിന്നെ ഇതാ തിന്നാൻ പോകുന്നത്. 3 ദിവസങ്ങൾക്ക് ശേഷം നിന്റെ ജീവിതം വല്ലാത്തതാണ്. ഇന്ന് മുതൽ നീ പ്രയാസമാണ്. ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, ഇതിന്റെ ഞെരുക്കത്തിൽ നിന്ന്, ഇതിന്റെ അദാബിൽ നിന്ന്, ഇതിന്റെ മുങ്കർ നക്കീറിന്റെ ചോദ്യോത്തരങ്ങളിൽ നിന്ന് റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോ കഫംപുടയിലേക്ക് ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് നീ നന്മകളാണ് രേഖപ്പെടുത്തിയതെങ്കിൽ നിന്റെ നമസ്കാരം എഴുതിയക്കത്തിൽ നിന്ന്, അതിന്റെ അദാബിൽ നിന്ന്, അതിന്റെ ചോദ്യോത്തരങ്ങളിൽ നിന്ന്, മുങ്കർ നക്കീർ അലൈഹിസ്സലാമിന്റെ ഭീതിതമാകുന്ന ചോദ്യങ്ങളിൽ നിന്ന് റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നിന്നോട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോ ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് തിന്മകളാണ് കഫംപുടയിലേക്ക് എഴുതി വെച്ചതെങ്കിൽ, നീ കള്ളു കുടിച്ചത്, നീ വിചരിച്ചത്, അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആ ബാങ്കിന് ഉത്തരം കൊടുക്കാതെ കൂട്ടുകാരനുമായി സിനിമ കാണാൻ പോയത്, തിയേറ്ററിന്റെ മുന്നിൽ ക്യൂ നിന്നത്, ബീവറേജിന്റെ മുന്നിൽ ക്യൂ നിന്നത്, ഒളിച്ചും പാത്തിയും കഞ്ചാവടിച്ചും കറങ്ങി നടന്നത്, ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കൂട്ടുകാരികളുമായി കറങ്ങി നടന്നത്, ബീച്ച് റോഡുകൾ രാത്രിയുടെ സമയങ്ങളിൽ നീ സജീവമാക്കിയത്, എല്ലാം നിനക്ക് പ്രയാസമാണ്. ലാ ഇഖാലൂക നാജിയാ, നിന്നെ കുറിച്ച് രക്ഷപ്പെട്ടവനാണെന്ന് പറയാൻ ഈ ഉസ്മാനിനെ കൊണ്ട് പറ്റൂല. ചൊല്ലിയ സലാത്തുകൾ, ഞങ്ങൾ ചൊല്ലിയ അദ്കാറുകൾ, ഞങ്ങൾ ഓതി വീട്ടിയതായ ഖുർആനിക സൂക്തങ്ങൾ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ, കാവൽ നൽകണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ബക്കത്തിൽ കാര്യമായ രീതിയിൽ സദഖ നൽകുക. അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോകുന്നത് അടുത്ത ഘട്ടമാണ്. ആലമുൽ ഹശ്റാണ് സയ്യിദുനാ റസൂലുള്ളാഹി. 4ാമത്തെ ഘട്ടം അതാണ് ആലമുൽ ഹശ്ർ. 4ാമത്തെ ഘട്ടം അതാണ് മഹ്ശറ. സയ്യിദുനാ റസൂലുള്ളാഹി. ഭീതിതമായ ലോകമാണ് മഹ്ശറ എന്ന് പറയുന്നത്. ചെറിയ ആലമുൽ ഹശ്റ. മഹ്ശറ എന്ന് പറഞ്ഞാൽ തന്നെ പേടിക്കേണ്ടതാണ്. അള്ളാഹു നമുക്ക് അവിടെ തണൽ നൽകട്ടെ. അർശിന്റെ തണലില്ലാതെ രക്ഷപ്പെടാത്തൊരു രംഗമാണത്. അള്ളാഹുവിന്റെ തണലല്ലാതെ, അഥവാ അവന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലില്ലാത്തൊരു ലോകം വേറെ ഒന്നുമില്ല. നമുക്കിവിടെ ഭൂമിയിൽ ഒരു ചെറിയൊരു തണല് കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും അല്ലെ? ചൂട് വരുമ്പോൾ എവിടെയെങ്കിലും പോയി തണലത്തോട്ട് മാറിക്കും. ഇത് പകല് ഒരു 2 മണി സമയത്താണ് ഇതുപോലെ പരിപാടിയെങ്കിൽ ആരും ഇവിടെ ഇരിക്കൂല. കാരണം നല്ല ചൂടായിരിക്കും. പന്തലില്ലാതെ സൗകര്യപ്പെടുത്താൻ നമ്മൾ ഇരിക്കൂല. കൊണ്ടുവാ ബക്കറ്റും കൊണ്ടുവാ.
എല്ലാവരും നല്ലൊരു സദഖ അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാ നിയ്യത്തുള്ള അല്ലാഹു സാധൂകരിച്ചാട്ടെ. ഞാൻ ഒരുപാട് നീട്ടിപ്പരത്തിയൊന്നും പറയൂല. കുറച്ച് ഒരു 11 മണിയാകുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നിർത്താം. അല്ലാഹു നമ്മൾ തൗഫീഖ് നൽകട്ടെ. അതുവരെ ഇരിക്കൂല ഇൻഷാ അല്ലാഹ്. ഇരിക്കുമെന്നുള്ളവരൊന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു നിറവേറ്റി തരട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് അല്ലാഹു നമ്മേവരെയും കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അല്ലാഹു സാലിഹീങ്ങളിലും ആബിദീങ്ങളിലും അല്ലാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ആലമുൽ ഹശ്ർ ചെറുതല്ല. മഹ്ശറ എന്ന് പറയുന്നത് സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വിചാരണ ചെയ്യുന്ന ഘട്ടമാണ്. 16,15,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന ഘട്ടമാണ് മഹ്ശറ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ചൂടത്ര കാഠിന്യമാണ്. പകലൊരു പരിപാടി ഇവിടെ നടത്തിയാൽ ഒരു മനുഷ്യനില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഈ സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ചെറിയ രംഗമല്ല. മാത്രമല്ല, കത്തിച്ചൊലിക്കുന്ന സൂര്യനെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തുന്ന സമയമാണ് മഹ്ശറ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തും. നരകത്തെ മുന്നിൽ കൊണ്ടുവരും, എന്നിട്ട് വിചാരണ തുടങ്ങുള്ളൂ. മഹ്ശറയുടെ തുടക്കം തന്നെ നരകത്തെ മുന്നിൽ കൊണ്ടുവന്നിട്ടേ വിചാരണ തുടങ്ങുള്ളൂ. നഊദു ബില്ലാഹ്, പഠിച്ചു വെക്കേണ്ടതായ വചനങ്ങളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ നരകത്തിന്റെ സൃഷ്ടിപ്പ് തന്നെ ചെറുതല്ലല്ലോ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഊഖിദന്നാറു അൽഫ സനാ ഹത്ത ഹമറത് ثم ഊഖിദ അൽഫ സനാ حتى بيضت ثم أوقد ألف سنة حتى سودت وهي سوداء مظلمة. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹാബാ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ 1000 വർഷം നിരന്തരമായി രാവും പകലും അല്ലാഹു കത്തിച്ചുവത്രേ. ഹത്താ ഹമറത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു പോയി സ്വഹാബ. നരകത്തെ കുറിച്ച് റസൂലുള്ളാഹി പറയുകയാണ്, നരകത്തിന്റെ സൃഷ്ടിപ്പ് അല്ലാഹു സമൂഹത്തിന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉത്ബുദ്ധതയിലേക്ക്, കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ട സമൂഹത്തിന് ഉത്ബുദ്ധതയിലേക്ക് റസൂലുള്ളാഹി കൊണ്ടുവരുകയാണ്. ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് നീ കഴിയരുതേ. നിനക്കൊരു ലോകം വരാനുണ്ട്, അത് ഖബറാണ്. അത് കഴിഞ്ഞൊരു ലോകം വരാനുണ്ട്, അത് മഹ്ശറയാണ്. കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തുന്ന ലോകമാണ്. കത്തിയാളുന്ന നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തുന്ന ലോകമാണ്. ആ നരകത്തെ കുറിച്ച് റസൂലുള്ളാഹി വാചാലനാവുകയാണ്. പഠിച്ചു വെക്കണേ, കാലാമ്പൂർ ഒരുമിച്ച് കൂടിയ വാറ്റുഴിയിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നരകത്തെ 1000 വർഷം രാവും പകലും നിരന്തരമായി അല്ലാഹു കത്തിക്കുകയാണ്. ഹത്താ ഹമറത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു പോയി സ്വഹാബ, ചുവന്നു തൊടുത്തു സ്വഹാബ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. 1000 കൊല്ലം രാവും പകലും നിരന്തരമായി കത്തിച്ച് ചുവന്നു തൊടുത്ത നരകത്തിന്റെ കത്തിക്കൽ അല്ലാഹു നിർത്തുന്നില്ല. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു കത്തിക്കുകയാണ്. ഹത്ത ബിയല്ലത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തു പോയത്രേ. നിർത്തുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ, വല്ലാത്ത രംഗമാണ് സ്വഹാബ, വല്ലാത്ത ഭീതിതമാണ് സ്വഹാബ. 1000 വർഷം നിരന്തരമായി കത്തിച്ച് ചുവന്നു തൊടുത്ത നരകം, വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ച് വെളുത്തു പോയ നരകം. ആ നരകത്തെ അല്ലാഹു കത്തിക്കൽ നിർത്തുന്നില്ല. രാവും പകലും നിരന്തരമായി കത്തിക്കുകയാണ്. വീണ്ടും 1000 കൊല്ലം കൂടി കത്തിക്കാൻ പറയുകയാണ്. 3000 വർഷം നിരന്തരമായി രാവും പകലും അല്ലാഹു കത്തിക്കുകയാണ്.
അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അത് കറുത്തുപോയി സാബ, കറുത്തുപോയി സാബ. വഹിയ സൗദാഉൻ മുളിമാ, വല്ലാതെ കറുകറുത്തതായ ഇരുൾമുറ്റിയതായ നരകമായി മാറിയിരിക്കുകയാണ്. ആര് കണ്ടാലും പേടിക്കുന്ന കോലമാണ്, ആര് കണ്ടാലും ഭയക്കുന്ന കോലമാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ആ നരകത്തെ തൊട്ട് നീ കാവൽ തേടണേ. ജുമുഅ ദിവസം പള്ളിയിലേക്ക് പോകുന്ന സഹോദരാ, ആ പള്ളിയുടെ മിമ്പറിൽ നിന്ന് കേൾക്കുന്നില്ലയോ 3 പ്രാവശ്യം ഖതീബ് ഉസ്താദ് ആവർത്തിച്ച് ചോദിക്കുന്നത് ഒരേ ഒരു കാവൽ തേട്ടം മാത്രമാണ്. അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുവേ പടച്ച റബ്ബേ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. കാരണം നരകം ഒരു ചെറിയ വിഷയമല്ല, നരകം ഒരു ഭീതിതമായ ലോകമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നീ മനസ്സിലാക്കിയതുപോലെ 2 വിറകുകൊള്ളികൾ ചേർത്ത് വെച്ചുകൊണ്ട് കത്തിക്കുന്നതായി നരകത്തെ നീ കാണരുതേ, നരകത്തെ നീ മനസ്സിലാക്കരുതേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം വലൗ ജുമിഅ ഹതബുദ് ദുനിയാ കുല്ലിഹാ, വലൗ ജുമിഅ ഹതബുദ് ദുനിയാ കുല്ലിഹാ لكان الجزء الواحد من أجزاء جهنم. نعوذ بالله نعوذ بالله. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സ്വഹാബ സ്വഹാബ ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും മുറിച്ചെടുത്ത് അത് കഷ്ടമാക്കി അത് വിറകൊള്ളികളാക്കി അതൊരു മരുഭൂമിയിലിട്ടുകൊണ്ട് നീ കത്തിച്ചാലും ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികൾ മൂവാറ്റുപുഴയിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, എറണാകുളം ജില്ലയിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, ലോകത്തുള്ള ആമസോൺ കാടുകളടക്കമുള്ളതായ ഏതൊക്കെ മുഴുവൻ വൃക്ഷലതാദികളുണ്ടോ സസ്യലതാദികളുണ്ടോ അതെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിച്ചാലും ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ ജസാഇ ജഹന്നമ, ജഹന്നമിലേക്ക് ചേർത്ത് നോക്കിയിട്ട് നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് ചെറുതാണ് ചെറുതാണ്, 100 ഭാഗം മാത്രമാണ് നരകമെന്ന് നീ കരുതണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള മുഴുവൻ മരങ്ങളും മുറിച്ചിട്ടിട്ട് കത്തിച്ചാലും നരകമാണോ നീ കണക്കാക്കുന്നത്? നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അതൊരു ചെറുതാകട്ടോ, 100ൽ 1 കേട്ടോ, ബാക്കി 99 നീ ചിന്തിച്ചതിനപ്പുറമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലായിക്കോ? അപ്പൊ നരകം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരൊറ്റ ഹദീസ് മതി അതിന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ. നീ മനസ്സിലാക്കിയതിനപ്പുറമാണെന്ന് കരുതാൻ. ഈ കരുതുന്ന 2 വിറകുകൾ കയറ്റി വെച്ചിട്ട് താത്ത അതിനകത്ത് ഇട്ടിട്ട് കുറച്ചേരം ഇട്ടിട്ട് പുഴുങ്ങിട്ട് വിടും. അല്ല, അല്ലാഹു നമ്മളെ കാക്കട്ടെ. നരകം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, ചെറിയ കാര്യമല്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നരകത്തെ നാളെ മഹ്ശറിലേക്ക് കൊണ്ടുവരും. അത്രേ മഹ്ശറിലേക്ക് കൊണ്ടുവരും. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും, ജിബ്രീലേ നീ പോ, യാ അല്ലാഹ് പോയിട്ട് മാലിക് എന്ന മലക്കിനോട് പറയും, നരകത്തെ കാക്കുന്ന മലക്കിനോട് പറയും നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി പറയും. സമയമായിട്ടുണ്ട്, വിചാരണ തുടങ്ങാൻ പോവാണ്. 4ാമത്തെ ഘട്ടം തുടങ്ങണമെങ്കിൽ ആര് വരണം? നരകം കൂടി വരണം. സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് നരകത്തെ തൊട്ട് കാവലത്തേട്ട ഇല്ലാത്ത സ്ഥലം എവിടെയാണ്? إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار.
രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ മനുഷ്യൻ ആ ഇരിക്കുന്ന കട്ടിലിരുന്നുകൊണ്ട് വിരിപ്പിലിരുന്നുകൊണ്ട് ഓതേണ്ട സൂക്തമാണ്. അവസാനമായതിൽ പറഞ്ഞു നിർത്തുന്നത് ഫഖിനാ അദാബന്നാർ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ, അവിടെ ഇരുന്നിട്ട് പറയാ. മുഅ്മിനായ മനുഷ്യൻ പറയേണ്ടതാ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടം ഈ ആയത്ത് ഓതിയിട്ട് അവസാനവും പറയുന്നത് എന്താ? ഫഖിനാ അദാബന്നാർ റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില. ഇതൊക്കെ നീ സൃഷ്ടിച്ചത് വെറുതെ അല്ല, നിരർത്ഥകമല്ലെന്നറിയാൻ പടച്ച റബ്ബേ. ഫഖിനാ അദാബന്നാർ, നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ, കാലത്ത് എഴുന്നേറ്റിട്ട് ചായ കുടിക്കുന്നതിന് മുമ്പ് തുടങ്ങുക നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പള്ളിയിലേക്ക് പോയി സുബഹിക്ക് മുമ്പ് അഥവാ ഫർള് നമസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. സുബഹിയുടെ സുന്നത്ത് നമസ്കാരം ഭയങ്കര ശ്രേഷ്ഠതയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റവാത്തിബ് സുന്നത്തുകളിൽ അഥവാ ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്താണ് ഏത്? സുബഹിയുടെ സുന്നത്ത്. വളരെ ശ്രേഷ്ഠതയാണ്, മനസ്സിലായിക്കോ. അത് റവാത്തിബ് സുന്നത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നമസ്കാരം. അഥവാ ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ ഉണ്ടല്ലോ, അതിനാണല്ലോ റവാത്തിബ്. നമ്മൾ മദ്രസയിൽ പഠിച്ച ആ സുന്നത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ് സുബഹിയുടെ സുന്നത്ത് നമസ്കാരം. ആ സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കുക. നമ്മൾ വീട്ടിലാകട്ടെ പള്ളിയിലാകട്ടെ. വീട്ടിൽ ചിലപ്പോൾ നിസ്കരിക്കുമ്പോൾ പിന്നെ അവിടെ തന്നെ മുസല്ല വിരിച്ച് ഫർളും കൂടെ നിസ്കരിച്ചിട്ട് ഹൈവാൻ കടന്ന് ഉറങ്ങും. അതുകൊണ്ട് പള്ളിയിൽ പോകുന്നതായിരിക്കും നല്ലത്. വീട്ടിൽ സുന്നത്ത് നിസ്കരിക്കണമെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ലാ തജഅലു ബയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ എന്താക്കരുത്? ശ്മശാനമാക്കരുത്, മൂകമാക്കരുത്. ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ അന്തരീക്ഷം വളരെ റാഹത്താക്കണം. നിങ്ങളുടെ വീടുകളെ സുന്നത്ത് നമസ്കാരം കൊണ്ടൊക്കെ ഹയാത്താക്കണം. പുരുഷന്മാർ സുന്നത്ത് നിസ്കരിക്കണം വീട്ടിൽ. ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത്ത്, ളുഹായുടെ സുന്നത്ത്, മഗ്രിബിന് ശേഷമുള്ള അവ്വാബിൻ സുന്നത്ത്, വിത്ർ നമസ്കാരം, ഇതൊക്കെ കൃത്യം വെക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കരിക്കണമെന്നാണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ആ സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കാൻ എങ്ങനെയാ നമസ്കരിക്കേണ്ടത്? ഫാത്തിഹ ഓതിയതിനു ശേഷം 2 സൂറത്തുകൾ അവിടെ ഓതണം. ഒന്നാമത്തെ റക്അത്തിൽ ഒന്ന് അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്താണ്. അതിനോട് ചേർത്ത് സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂക്തം. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, സൂറത്തുൽ ഫീൽ. അതിനോടൊപ്പം തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് അഥവാ സൂറത്തുൽ ഇഖ്ലാസ്. ഇങ്ങനെ നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിച്ചാൽ എന്താ? അന്നത്തെ ദിവസം ഒരു വനോവശവും ഉണ്ടാവൂല, ഒരു ദുഃഖവാർത്ത അവന് ഉണ്ടാവൂല, ഒരു വേദനാജനകമായ ഒന്നും ഉണ്ടാവൂല, ശാരീരികമാകുന്ന ഒരു അസ്വസ്ഥ അവന് ഉണ്ടാവൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഞാനിത് പറഞ്ഞത് ഒരു അമലിനാണ്. വാത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അമലിന് എന്തെങ്കിലും കിട്ടണം, അതിനാണ് ഇത് പറഞ്ഞത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹറക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. ഒന്നാമത്തെ റക്അത്ത്. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വീണ്ടും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ഇങ്ങനെ
ഈ രണ്ട് സൂറത്ത് ഓതി നിസ്കരിച്ചാൽ എന്താ കിട്ടുന്ന നേട്ടം? നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ സല്ലാ സുന്നതൈ സുബ്ഹി ബി അലം അലം ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ സദഖ റസൂലുള്ളാഹി. ആരൊരുവൻ സുബഹി നമസ്കാരത്തിന്റെ സുന്നത്തിൽ അലം അലം എന്ന സൂക്തം ഓതിക്കൊണ്ട് നമസ്കരിച്ചിട്ടുണ്ടോ അവൻ അന്നത്തെ ദിവസം ഒരു മനോവിഷമമോ ദുഃഖമോ വേദനാജനകമായ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ മലബാറിലൊക്കെ വാഴ്ന്നു പറഞ്ഞിട്ട് അല്ലാഹ് ആയിരക്കണക്കിന് സഹോദര സഹോദരിമാരാണ് അമൽ ചെയ്തിട്ട് ഇന്നും വിളിച്ചു പറയുന്നു, ഉസ്താദേ ഭയങ്കര റാഹത്താണ്, വേറെ ഒന്നും ഇല്ലായിരിക്കും. ഈ ഒരു സൂക്തം ഓതി നമസ്കരിച്ചിട്ട് കിട്ടുന്ന നിർവൃതി ചെറുതല്ല. കാരണം ഇത് ആരാ പഠിപ്പിച്ചത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാ, റസൂലുള്ളാഹി പറഞ്ഞു തന്നതാ. പിന്നെ നമ്മളെന്തിനാ പഠിക്കുന്നത്? ഇത് മുസ്ലിം ഉമ്മത്ത് സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാർക്കുള്ളതല്ലേ? ബദ്അത്താര് കാണുന്നതൊക്കെ ഇല്ലാതാക്കി കൊണ്ട് നടക്കല്ലേ? ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശധീരരായ പ്രവാചകന്റെ അനുരാഗികളാകുന്ന പ്രവാചകന്റെ പ്രകീർത്തനങ്ങളും അപദാനങ്ങളും വാഴ്ത്തുന്ന റസൂലുള്ളാഹിക്ക് വേണ്ടി സലാത്തുകൾ അധികരിപ്പിക്കുന്ന മുഅ്മിനീങ്ങൾക്കുള്ളതല്ലേ? ഇത് പറഞ്ഞിട്ടുള്ള അവരല്ലേ ഇത് ചെയ്യേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരൊറ്റ സഹോദര സഹോദരിമാരും ഇൻഷാ അല്ലാഹ് ഇത് അമൽ ചെയ്യാതിരിക്കരുത്. നാളത്തെ പ്രഭാതം മുതൽ അഥവാ സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ സൂക്തങ്ങൾ ഓതി നമസ്കരിക്കണം. ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂക്തം, രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ള സൂറത്തുൽ ഫീൽ ഓതി അതിനോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി നമസ്കരിക്കണം. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? നിസ്കാരം കഴിഞ്ഞാൽ തഹജ്ജുദ് ആ ദുആ പഠിപ്പിക്കുകയാണ് ഇവിടെ. എന്താണ് ആ ദുആയിലുള്ളത്? നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വേറൊന്നുമില്ല, നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടമാണ്. നരകം അത്രമേൽ പ്രധാനമാണ്. അതുകൊണ്ടാണത്. اللهم بحق جبريل وميكائيل وإسرافيل وعزرائيل وحملة العرش ومحمد صلى الله عليه وسلم اللهم أجرني من النار. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സുബഹിയുടെ സുന്നത്ത് നമസ്കരിച്ചിട്ട് വലത് വശത്തേക്ക് തിരിഞ്ഞ് വലത് കവളത്തിടത്തിലേക്ക് അവന്റെ വലത് കൈയുടെ ഉള്ളം കൈ വെച്ചുകൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് സഹോദരാ സഹോദരി നീ പറയണേ, അല്ലാഹുമ്മ ബിഹഖി ജിബ്രീല വമീകാഈല വഇസ്റാഫീല വഅസ്റാഈല വഹമലത്തിൽ അർശ് വമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. ജിബ്രീലിന്റെ ബറക്കത്ത് കൊണ്ട്, മീകായിലിന്റെ ബറക്കത്ത് കൊണ്ട്, ഇസ്റാഫീലിന്റെ ബറക്കത്ത് കൊണ്ട്, അസ്റായീലിന്റെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ അർശിനെ വലയം ചെയ്യുന്ന മലായികത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ബഹുമാനപ്പെട്ട ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഗ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. 3 പ്രാവശ്യം ഈ ദുആ ആവർത്തിക്കുക. എവിടെ? സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചിട്ട് വലത് കവിളത്തടത്തിലേക്ക് വലത് കൈ ചേർത്ത് വെച്ചിട്ട് നേരെ കിടക്കുക. വലതുവശം തിരിഞ്ഞ് നമ്മൾ ഖബറിൽ കിടക്കുന്നത് പോലെ. ഖബറിൽ കൈ കെട്ടിയായിരിക്കും, ഇവിടെ കൈയിൽ കവിളത്തടത്തിലോട്ട് ചേർത്ത് വെച്ചിട്ട് കിടക്കുക. എന്നിട്ട് ഈ ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അവിടെയും നരകത്തെ തൊട്ടുള്ള കാവൽ. രാവിലെ എഴുന്നേറ്റപ്പോഴും കാവൽ തേടിയ മനുഷ്യനാണ്. മനസ്സിലായിക്കോണം. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇത് കഴിഞ്ഞ് ഷാഫി മദ്ഹബിലുള്ളവർക്കും അല്ലാത്തവർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, സുബഹി നമസ്കാരം കഴിഞ്ഞാൽ കൈയും കാലും അനക്കാതെ കൂടി ഇരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യം അവന്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കും. ഗഫിറ ലഹു വഇൻ കാനത മിസ്ല സബദിൽ ബഹർ. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സമുദ്രത്തിന്റെ നുരകൾക്ക് സമാനമായിട്ട് അഥവാ സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് കടലിന്റെ തീരത്തേക്ക് കടന്നു വരുന്ന പതയ്ക്ക് സമാനമായിട്ട് പാപമുണ്ടെങ്കിലും അല്ലാഹു അവന്റെ എല്ലാ ചെറുപാപങ്ങളും ആ ഒരൊറ്റ ദിക്ർ ചെല്ലുന്നതിലൂടെ പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.
ഏതാ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. 10 പ്രാവശ്യം. എപ്പോഴൊക്കെ ഇത് ചെല്ലാറുണ്ട്? സുബഹി കഴിഞ്ഞിട്ടും മഗ്രിബിന് ശേഷവും, അഥവാ പ്രഭാതത്തിലും പ്രദോഷത്തിലും. ഇത് മാത്രമല്ല, ഒന്നുകൂടിയുണ്ട്, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. എന്താ അർത്ഥം? നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. എഴുന്നേറ്റതുള്ളൂ, അവരെ എഴുന്നേറ്റതുള്ളൂ. മാത്രമല്ല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ശാഫി മദ്ഹബിലുള്ള സഹോദരാ സഹോദരി, നീ ചെയ്യുന്ന അമല ഏത് നമസ്കാരമായിക്കോട്ടെ, അവസാനത്തെ തഹിയ്യാത്തിൽ 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ നമസ്കാരത്തിൽ നൊഴിയരുതേ. ഏത് ഫർളായിക്കോട്ടെ സുന്നത്തായിക്കോട്ടെ, അവസാനത്തെ തഹിയ്യാത്തിൽ നിന്ന് 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ നിങ്ങൾ പോകരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ശക്തിമത്തായ സുന്നത്തായി റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്. നമ്മളൊക്കെ അത് ചെയ്തിട്ടാണ് സലാം വീട്ടൽ. ഏതാണത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അല്ലാഹുവേ, ഖബർ ജീവിതത്തിൽ എന്നെ നീ രക്ഷിക്കണേ അല്ലാഹ്. വമിൻ അദാബിൻ നാർ, നരകീയ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാഹ്. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ഫിത്നകളെ തൊട്ടും മരണാസന്ന വേളയിലുള്ള ഫിത്നകളെ തൊട്ടും എന്നെ നീ കാക്കണേ അല്ലാഹ്. വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. ഈ 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ മുഅ്മിനേ മുഅ്മിനത്തെ നിന്റെ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടരുതേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ശക്തിമത്തായ സുന്നത്തായ ദുആ. അതിലുണ്ട് എന്ത്? നരകത്തെ തൊട്ടുള്ള കാവൽ തേടൽ. അത് പറയാനാണ് ഞാൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ, നരകീയ ശിക്ഷയെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇഷ്ടം പോലെ ഉണ്ടെന്ന് അർത്ഥം. അതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. പ്രഭാതത്തിനും പ്രദോഷത്തിനും കാവൽ തേടുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാവൽ തേടുന്നു, സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചിട്ട് അവിടെയും വലതുവശം ചെരിഞ്ഞ് കവിളത്തടത്തിലേക്ക് കൈ ചേർത്ത് വെച്ചിട്ട് അവിടെയും കാവൽ തേടുന്നു, സുബഹിയുടെ സുന്നത്തിനും കാവൽ തേടുന്നു, സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് ഫർദ് നിസ്കാരത്തിന്റെ അവസാനത്തിനും കാവൽ തേടുന്നു, അത് കഴിഞ്ഞ് വീണ്ടും 7 പ്രാവശ്യം കാവൽ തേടുന്നു. ഇങ്ങനെ കാവൽ തേട്ടം തന്നെ. സുബ്ഹാനല്ലാഹ്. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. റഹ്മാനായ റബ്ബിന്റെ ദാസന്മാരുടെ അടിമകളുടെ വിശേഷണങ്ങൾ ഖുർആൻ എണ്ണി പറഞ്ഞെടുത്ത് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്. വല്ലദീന യഖൂലൂൻ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. അല്ലാഹുവേ, നരകീയ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാഹ്, നീ കാവൽ നൽകണേ നാഥാ. അപ്പൊ ഇവിടെയൊക്കെ നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടമാണ്. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ചുരുക്കാൻ. ഈ നരകത്തെ കുറിച്ച് പറഞ്ഞത് കത്തിയാളുന്ന നരകം, നരകം പറയാൻ ബാക്കി വെച്ചത്, ഇവരൊക്കെ ഞാൻ പറഞ്ഞത്, വിനീതം പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കണം. ഇപ്പൊ അതിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ ഒരുപാട് പറയാനുണ്ട്. നരകത്തിന്റെ അടിത്തട്ട് അർളുഹാ മിൻ റസാസ്, നരകത്തിന്റെ അടിത്തട്ട് ഈയത്തിലാണ് സയ്യിദുനാ റസൂലുള്ളാഹി. വസഖഫുഹാ മിൻ നുഹാസ്, നരകത്തിന്റെ മുകൾ ഭാഗം ചെമ്പാൻ സയ്യിദുനാ റസൂലുള്ളാഹി. ചെമ്പാവുമ്പോ എങ്ങനെയുണ്ട്? ചൂട് കുറയോ കൂടുവോ? കൂടും. ചൂടൊരിക്കലും പോകൂല. സഖഫുഹാ മിൻ നുഹാസ്, അതിന്റെ മുകൾ ഭാഗം മച്ച് ഭയങ്കര ചൂടാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ചെമ്പാൻ. വഹീതാനുഹാ മിൻ കിബ്രീത്, ചുറ്റുഭാഗം മുഴുവനും ഗന്ധകമാണ്, അതിശക്തമായ പുകപടലമാണ്, ചൂട് കാറ്റ് വരെയാണ്. സുബ്ഹാനല്ലാഹ്. 3000 വർഷം കത്തിക്കപ്പെട്ട നരകം. ആ നരകമാണ് മുന്നിലേക്ക് വരുന്നത്. അതിന്റെ മുന്നിൽ വെച്ചാണ് വിചാരണ നടത്തപ്പെടുക. സയ്യിദുനാ റസൂലുള്ളാഹി.
അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ആ നരകത്തെ കൊണ്ടുവരുന്ന രംഗമൊക്കെ ഉണ്ട്, അതൊക്കെ പറയാൻ നിന്നാൽ സമയം ഒരുപാട് പോകും. അതുകൊണ്ടാണ് ഞാൻ ഭയക്കുന്നു. ഞാൻ തിരിച്ചു വരിക. അവിടുന്ന് 4ാമത്തെ ഘട്ടം കഴിഞ്ഞ് പിന്നെ എത്തുക അൽ ജന്നത്തു അവിന്നാർ, മഹ്ശറയിൽ നിന്ന് പിന്നെ കൊണ്ടുപോകാം. ഒന്നില്ലെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ നരകം. അവിടുന്ന് വേർതിരിക്കും. ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ. 5ാമത്തെ ഘട്ടം അതാണ്. 1ാമത്തെ ഘട്ടം സൂചിപ്പിച്ചു ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം. 2ാമത്തെ ഘട്ടം സൂചിപ്പിച്ചു ദുനിയാവ്. 3ാമത്തെ ഘട്ടം പറഞ്ഞു ഖബർ. 4ാമത്തെ ഘട്ടം പറഞ്ഞു മഹ്ശറ. 5ാമത്തെ ഘട്ടമാണ് ഈ പറയുന്നത് മഹ്ശറയിൽ നിന്ന് ഡിവൈഡ് ചെയ്യാൻ. യാ അല്ലാഹ്, നിസ്കരിച്ചാണോ, നോമ്പ് പിടിച്ചിട്ടുണ്ടോ, സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ, ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഈ ദുനിയാവാകുന്ന 40, 50, 60, 70 വയസ്സ് കാലഘട്ടത്തിൽ നന്മ ചെയ്തവനാണോ? യാ അല്ലാഹ് തആല സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോ. അതല്ല ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കള്ളുകുടിച്ച് കഞ്ചാവടിച്ച് നടന്നവനാണോ? നരകത്തിലോട്ട് പോയിക്കോ. ഫരീഖും ഫിസ് സഈർ, ഒരു കൂട്ടം ആളുകളെ സ്വർഗം, മറ്റൊരു കൂട്ടത്തെ നരകം. ഇത് തീരുമാനിക്കുന്നത് എവിടുന്നാ? മഹ്ശറയിൽ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുക. പക്ഷെ അമൽ ഏതാ പരിഗണിക്കുക? 2ാം ഘട്ട ജീവിതമാകുന്ന ഈ ദുന്യാവാകുന്ന ഇഹലോകമാകുന്ന 60, 70 വയസ്സുള്ള കാലഘട്ടത്തിൽ ചെയ്തതാകുന്ന നന്മകൾ അല്ലെങ്കിൽ തിന്മകൾ, അതാണ് ഖബറിൽ പരിഗണിക്കുന്നത്, അതാണ് മഹ്ശറയിൽ പരിഗണിക്കുന്നത്. എല്ലായിടത്തും പരിഗണന ഏറ്റവും കുറഞ്ഞ കാലഘട്ടത്തിൽ നീ ചെയ്ത അമല്, അത് മതി. ഈ ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്ത് 1000 കൊല്ലക്കണക്കിന് വർഷം ജീവിച്ചു. അവിടെ ഒന്നും വേണ്ട. അവിടെ നീ കരാറ് ചെയ്ത് അള്ളാഹയെ അനുസരിക്കാന്ന് പറഞ്ഞിട്ട് നീ പോകുന്നതാ. ഈ ദുന്യാവാകുന്ന 2ാമത്തെ കാലഘട്ടത്തിൽ നീ എന്ത് ചെയ്തിട്ടുണ്ട്? നിസ്കരിച്ചിട്ടുണ്ടോ, നമസ്കരിച്ചിട്ടുണ്ടോ, ഇബാദത്ത് എടുത്തിട്ടുണ്ടോ? എന്താ നീ ചെയ്തത്? വല്ല നന്മയുണ്ടെങ്കിൽ അള്ളാഹ് സ്വർഗത്തിലേക്ക് പോവാം. ഏറ്റവും കുറഞ്ഞ കാലഘട്ടത്തിലേക്ക് നോക്കിയിട്ട നിന്റെ എല്ലാ ജീവിതവും പരിഗണിക്കുന്നത്. നിനക്ക് സ്വർഗ നരകങ്ങൾ അല്ലാഹു ചെറുതല്ല, മനസ്സിലായിക്കോ.